കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെയും പുത്രൻ താൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പുത്രൻ ഇച്ഛിക്കുന്നവൻ അല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. ദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് നൽകുന്ന വലിയ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തെ ആരാധിക്കാൻ സത്യം നമുക്ക് ആവശ്യം. എന്ത് സത്യമാണ് ഇവിടെ പറയുന്നത്? വചനമെന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആത്മാവായ ദൈവം നമ്മളോട് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കാര്യം നമ്മൾ വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കുകയാണ്. വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ ആ വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുകയാണ്. അല്ലേ? കാരണം ദൈവം ആത്മാവാകുന്നു. അവനെ ഉൾക്കൊള്ളാതെ നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആരാധിക്കാൻ കഴിയത്തില്ല. ദൈവം സത്യമാകുന്നു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളിലാണ് ദൈവത്തിൻ്റെ ആത്മപകർച്ച ഉണ്ടാകുന്നത്. ആ ആത്മപകർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നു. ദൈവത്തെ ആത്മാവിൽ ഉൾക്കൊള്ളുന്നതാണ് ആരാധന. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ആടുകൾക്ക് കേൾക്കേണ്ടിയ ശബ്ദം എന്താണ്? ലോകത്തിൻ്റെ ശബ്ദമല്ല, കർത്താവിൻ്റെ ശബ്ദമാണ് ആടുകൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വളരെ പ്രാധാന്യമുള്ളതാണ്. കർത്താവ് നമ്മളോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ആത്മാവ് ദൈവസഭയോട് സംസാരിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കതൊന്നും ചെവിയില്ലേ? ചെവിയുണ്ട്. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്ന ചെവി എന്താണ്? അകത്തെ ആത്മാവിൻ്റെ ചെവിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ചെവിയുള്ളവർ എന്ത് ചെയ്യട്ടെ? അനുസരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ചെവികളെ എന്ത് ചെയ്യണമേ? ഉണർത്തണമേ. ലുദിയ ഭക്തയാണ്, കൊർന്നല്യോസ് ഭക്തനാണ്. പക്ഷേ അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടുന്നതിന് പരിശുദ്ധാത്മാവ് ലുദിയയുടെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? തുറക്കുന്നു. കൊർന്നല്യോസിൻ്റെ ഹൃദയത്തെയും ദൈവം എന്ത് ചെയ്യുന്നു? തുറക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാത്ത പക്ഷം നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യണമേ? നിൻ്റെ വചനത്തെ ശ്രവിപ്പാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യണമേ? ഒന്ന് തുറക്കണമേ. അങ്ങേ സ്വീകരിപ്പാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യണമേ? തുറക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരു ശരീരം തന്നിട്ടുണ്ട്. നമുക്ക് ദൈവം ഒരു പ്രാണനെ തന്നിട്ടുണ്ട്. നമുക്ക് ദൈവം ആത്മാവിനെ തന്നിട്ടുണ്ട്. ഈ ശരീരം ഹല്ലേലൂയ 70 80 ആകുമ്പോൾ ഈ ശരീരത്തിൻ്റെ കാലാവധി എന്ത് ചെയ്യുന്നു? കഴിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാനാണ്. ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ലോകത്തെ നമ്മൾ അറിയുന്നു. എന്നാൽ അതിനപ്പുറമാണ് ആത്മാവിൽ നമ്മൾ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ജീവൻ ലഭിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ആത്മാവിൽ എന്ത് ചെയ്യുന്നത്? അറിയുന്നത്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തെ അറിയുന്നു. നമ്മുടെ ദേഹി കൊണ്ട് നമ്മൾ നമ്മെ തന്നെ അറിയുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ കൊണ്ട് നമ്മൾ ദൈവത്തെ അറിയുന്നു. ഹല്ലേലൂയ. ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കുമ്പോൾ അവനൊരു ഭൗതികമായ ശരീരത്തെയാണ് എന്ത് ചെയ്യുന്നത്?
അവിടെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ ആത്മാവിനെ തന്നെ മനുഷ്യനിലേക്ക് എന്ത് ചെയ്യുന്നു? സന്നിവേശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ആ പകരപ്പെട്ട ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവൻ ഏദൻ തോട്ടത്തിൽ തന്നെ വെച്ച് പിശാച് എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുകയും മനുഷ്യനെ വഞ്ചിക്കുകയും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അനുസരണക്കേടെന്ന പാപത്താൽ എന്ത് ചെയ്യുന്നു? അന്യപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ അന്യപ്പെട്ടു പോയ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഏദൻ തോട്ടത്തിൽ തന്നെ വച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അങ്ങനെ കാലത്തിൻ്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങി വന്ന് അന്ന് ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പിശാചിനെ കാൽവറി ക്രൂസിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? പിശാചിൻ്റെ മേൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്നവരെ ഒക്കെയും കർത്താവ് എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഈ രക്ഷ ഹല്ലേലൂയ കരസ്ഥമാക്കുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ എന്നെയും നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചതിനകത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ വളരെ പ്രാധാന്യമുള്ളതാണ്. ആത്മാവിൻ്റെ രക്ഷ വളരെ പ്രാധാന്യമുള്ളതാണ്. യേശു ഹല്ലേലൂയ ശിഷ്യന്മാരുടെ അടുക്കൽ ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്താൽ ആണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് അത്ഭുതം ചെയ്തപ്പോൾ 5 അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി 5000-ലധികം പേർ ഭക്ഷിച്ചു. പിന്നത്തേതിൽ അവർ അപ്പം കഴിക്കാനായിട്ട് തന്നെ കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവർ അപ്പം കഴിക്കാനായിട്ട് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് എന്തില്ല? അപ്പമായിട്ട് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്തിൽ ഈ അപ്പം കഴിക്കാനായിട്ട് വന്നവരെല്ലാം എന്ത് ചെയ്തു? കർത്താവിനെ വിട്ടുപോയപ്പോൾ ശിഷ്യന്മാർ മാത്രം എന്ത് ചെയ്തു? അവശേഷിക്കുക. അവരോടും കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോണ്ടായോ? അപ്പോൾ പത്രോസ് ഉടനെ കർത്താവിനോട് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാണുള്ളത്. എൻ്റെ ആത്മാവിൻ്റെ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, ജീവന്റെ അപ്പം നിന്റെ കയ്യിലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോവും? എവിടെ പോയാലും നിത്യജീവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രാപിക്കാൻ കഴിയത്തില്ല. യേശുവിനെ വിട്ട് എവിടെ പോയാലും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷം നമുക്കറിയാം 40 രാവും പകലും കർത്താവ് എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നു. ഉപവസിച്ചതിന് അനന്തരം പിശാച് എന്ത് ചെയ്യാണ്? കർത്താവിനെ പരീക്ഷിക്കുക. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ പിശാച് മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്താണ്? ഭക്ഷണം എന്നുള്ള വിഷയത്തിലാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ യേശു ഒടുക്കത്തെ ആദാമായി വരുമ്പോൾ ഹല്ലേലൂയ കർത്താവും പരീക്ഷിക്കപ്പെടുന്ന എന്താണ്? ഭക്ഷണം കൊണ്ടാണ്. ഏദൻ തോട്ടത്തിലെ പരീക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ഹവ്വമാര് ബാക്കിയുള്ളതെല്ലാം ഭക്ഷിക്കാമെന്ന് പറയുമ്പോൾ അവർ ചുമ്മാ ഇരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ കാര്യമായിട്ട് എന്ത് ചെയ്തു? അവർ ഭക്ഷിച്ചിരുന്നവനെ പിശാച് എന്ത് ചെയ്തു? വീണ്ടും ഭക്ഷണം കൊണ്ട് എന്ത് ചെയ്തു? വഞ്ചിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ ഒന്നും ഭക്ഷിക്കാതെ 40 ദിവസം ഉപവസിച്ചിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ ഭക്ഷണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പിശാചിനോട് പറയുന്നത് എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അതിനർത്ഥം മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യമല്ല എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്നുള്ള ജീവന്റെ അപ്പം കൊടുക്കുക എന്നുള്ള ദൗത്യമായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്ന് പിശാചിനോട് പറയാം. അപ്പോൾ അതേ വാക്യം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് എന്ത് ചെയ്യും? ജീവിക്കും. എത്ര വർഷം വരെ ജീവിക്കും? 70 80. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ തന്നെ പറയും എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് തന്നെ പറയും. ഒരു 80 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. അപ്പോൾ ഭക്ഷണം കൊണ്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഒരു 70 80 അല്ലെങ്കിൽ പോട്ടെ 90 100 ദൈവം ആയുസ് തരട്ടെ, നല്ല കാര്യം. ഹല്ലേലൂയ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ? നമുക്ക് ഭക്ഷണം എന്ത് ചെയ്യത്തില്ല, നമുക്ക് അകത്തോട്ട് എടുക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല,
കഴിയത്തില്ല. അപ്പം ഭക്ഷണം കൊണ്ട് കഴിയും, അത് ഇത്ര വർഷമേ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ ആത്മാവിന് ജീവൻ കിട്ടിയാൽ അവൻ നിത്യതയിൽ പ്രവേശിക്കും. അതുകൊണ്ട് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല കർത്താവ് പറയാൻ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 24 മണിക്കൂറാകുമ്പോൾ അതെന്ത് ചെയ്യും? നശിച്ചു പോകും. ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ പ്രയത്നിപ്പിൻ. ഇത് പ്രയത്നം കൂടാതെ നിത്യജീവന്റെ ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. എന്തിനാൽ പ്രയത്നിക്കണം? വെളിപ്പാടിന്റെ ആത്മാവിനാൽ പ്രയത്നിക്കണം. ദൈവം നൽകുന്ന ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പ്രയത്നിക്കണം. വചനത്തിന്റെ ധ്യാനത്തിലൂടെ നമ്മൾ പ്രയത്നിക്കണം. കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നതിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെ നമ്മൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നിത്യജീവന്റെ മൊഴികൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് എന്ത് ചെയ്യും? പകർന്നു നൽകും. ഹല്ലേലൂയ. ദൈവം മനുഷ്യന് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ക്രിസ്തുയേശുവിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? നൽകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇവിടെ 2 കാര്യം പറയുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ദൈവം നമുക്ക് ക്രിസ്തു യേശുവിലൂടെ ദാനം ചെയ്തിരിക്കുന്നു. ജീവൻ എന്നിവിടെ പറയുന്നത് എന്താണ്? നിത്യജീവനുള്ളത്. ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഭക്തി. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഗ്ലോറി ടു ഗോഡ്. ഭക്തിയോടുകൂടിയുള്ള ജീവനും നിത്യജീവന് വേണ്ടിയിട്ടുള്ളതും ക്രിസ്തുയേശുവിൽ എന്ത് ചെയ്തിരിക്കുന്നു? നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാനും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. കാരണം ഈ ഭൂമിയിൽ ഭക്തിയോടെ ജീവിപ്പാൻ ബുദ്ധിമുട്ടാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മാത്രമല്ല നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ള കാര്യം എന്താണ്? ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് 2ഉം ആരിൽ തന്നിരിക്കുന്നു? ക്രിസ്തുയേശുവിൽ തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സഭയിൽ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഈ 2 കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്താണ്? ഈ ഭൂമിയിൽ ഭക്തിയോടുകൂടി ജീവിപ്പാൻ ആവശ്യമുള്ളത് ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. മറ്റൊന്ന് എന്താണ്? ഈ ഭൂമിയിൽ നമുക്കൊരായുസുണ്ട്. ആ ആയുസ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ഹല്ലേലൂയ. ഇനി എത്ര നമ്മൾ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും അതെന്ത് ചെയ്യും? മാറ്റപ്പെടും. മാറ്റപ്പെടുമ്പോൾ നിത്യജീവൻ പ്രാപിക്കണം. ഈ നിത്യജീവൻ പ്രാപിക്കാനുള്ളതും ഭക്തിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനും ആവശ്യമുള്ളതൊക്കെയും ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ, കർത്താവേ, ഈ ഭൂമിയിൽ എല്ലാവർക്കും ദൈവത്തെ അനുഗമിച്ച് യാത്ര ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. പക്ഷേ ക്രിസ്തുവിൽ നോക്കുമ്പോൾ ഭക്തിയോടുകൂടി ജീവിപ്പാൻ കഴിയും. അവിടെ നമ്മൾ ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ദൈവം നമ്മെ വിളിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ മഹത്വത്താലും ദൈവത്തിന്റെ വീര്യത്താലുമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ബോധ്യമുണ്ടോ ആ കാര്യത്തെക്കുറിച്ച്? നമ്മെ ദൈവം വിളിച്ചെന്താണ്? തൻ്റെ മഹത്വത്താലാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ വീര്യത്താൽ നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ സ്വർഗീയമായ മഹത്വം ദൈവം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വീര്യം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ, ഇതിനെല്ലാം ഹല്ലേലൂയ ദൈവജനത്തെ തെറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി. എന്നാൽ ദൈവത്തിന്റെ വീര്യത്താൽ ഇതിന്റെ മുകളിലെല്ലാം ദൈവം എന്ത് ചെയ്തു? ജയമെടുത്തിട്ട് നമ്മെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ച് നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി, കണ്ടോ, കർത്താവിൻ്റെ ദിവ്യമായ ശക്തി നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവനുള്ളതും നമ്മുടെ ഭൗമികമായ ജീവിതത്തിൽ ഭക്തിയോടുകൂടി ജീവിക്കേണ്ടുന്നതും ആവശ്യമുള്ളതൊക്കെയും എന്തിരിക്കുകയാണ്? നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യം നമുക്കില്ലെങ്കിൽ നമുക്ക് ഭക്തിയോടുകൂടി എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുമ്പോൾ നിത്യജീവൻ എന്ത് ചെയ്യത്തില്ല? നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ 2 കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ദൈവത്തിൻ്റെ പ്രമാണത്തെ തൻ്റെ ജനത്തിന് കൊടുക്കുമ്പോൾ അതിനകത്ത് ദൈവം രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നു. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? വയ്ക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവനും നിത്യമരണവും. ഹല്ലേലൂയ. ദൈവം പ്രമാണം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ജനം ഏതാണ്? ഇസ്രായേൽ ജനം. എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂലോകത്തിലെ സർവ്വ മനുഷ്യരും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അബ്രഹാം എന്നുള്ള ഒരു മനുഷ്യൻ ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യുന്നു? അവൻ അറിയുന്നു, തിരിച്ചറിയുന്നു. അങ്ങനെ ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്യുന്നു? ദൈവം സംസാരിച്ചുകൊണ്ട് ദൈവം തനിക്കായിട്ടൊരു ജനത്തെ എന്ത് ചെയ്യുന്നു? തന്നിലൂടെ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തെ കൊണ്ട് വാഗ്ദത്തം അബ്രഹാമിന് കൊടുക്കുന്നു. അങ്ങനെ അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്ക്, വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിൽ നിന്ന് 12 മക്കൾ. ആ 12 മക്കളിൽ നിന്ന് 12 ഗോത്രങ്ങളായി. ആ ഗോത്രങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇസ്രായേൽ എന്നുള്ളൊരു സമൂഹത്തെ എന്ത് ചെയ്യുന്നത്? ദൈവം തനിക്ക് വേണ്ടി അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം നിമിത്തം എന്ത് ചെയ്യുന്നു? ദൈവം വിളിച്ച് വേർതിരിച്ച്. അതിനനന്തരം അബ്രഹാമിനെ വിളിച്ച് ഏകദേശം 430 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണം എന്ത് ചെയ്യുന്നത്? ദൈവം കൊടുക്കുന്നത്. ഈ ന്യായപ്രമാണം യഹൂദ ജനത്തിനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ബാക്കി തിരിഞ്ഞു പോയ ബാക്കിയുള്ള പല ജാതികളായിട്ടുള്ളവർക്കാർക്കും ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയുന്ന യാതൊരു കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്തിരുന്നില്ല, ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് തോന്നിയ രീതിയിൽ അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങൾക്കൊത്തവണ്ണം ബഹുവിധമായ ദൈവാരാധനകളിലേക്ക് അവരെന്ത് ചെയ്യുന്നത്? അവർ പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്ത ജനത്തിൽ അബ്രഹാം തുടങ്ങി 430 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് മോശ മുഖാന്തരം ദൈവം ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് ആ ന്യായപ്രമാണത്തിൻ്റെ 2 വശങ്ങൾ വച്ചിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യജീവനും നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യമരണവും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഈ 2 കാര്യങ്ങളാണ് ന്യായപ്രമാണത്തിൽ ഉള്ളത്. ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ നിത്യജീവനിലേക്ക് കടക്കും. ഗ്ലോറി ടു ഗോഡ്. അതനുസരിക്കാത്ത പക്ഷം അവൻ നിത്യ നരകത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. അങ്ങനെ പ്രമാണം ലഭിച്ച യഹൂദജനം ഈ പ്രമാണം കൊണ്ട് അനുസരിക്കാൻ അവരെന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നിട്ട് നമുക്ക് കഴിയാത്ത കാര്യത്തെ സാധിപ്പിക്കുവാൻ, ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തക്കവണ്ണം ഉള്ള ശരീരം യേശുവിൻ്റെ ശരീരമാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ ശരീരം ന്യായപ്രമാണം സംബന്ധിച്ച് അത് പൂർണ്ണതയുള്ളതാണ്. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. പാപത്തെക്കുറിച്ച് യേശുവിനെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം അവൻ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചു. യേശു മാത്രമാണ് എന്ത് ചെയ്തത്? അനുസരിച്ചത്. ആ അനുസരിച്ച് യേശുവിലെ വിശ്വാസം ആണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നിത്യജീവൻ ലഭിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ച് യഹൂദജനം അനുസരണത്താൽ നിത്യജീവൻ എന്ത് ചെയ്യുന്നു? പ്രാപിക്കാം എന്നുള്ളതിൽ മെസ്സിഹയെ അവർ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. അവർ യേശുവിനെ കർത്താവായിട്ട് എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. അവരുടെ വീണ്ടെടുപ്പുകാരനായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? അവർ സ്വീകരിക്കുന്നില്ല. അവർ മെസ്സിഹയെ തള്ളിക്കളഞ്ഞു, സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ ദൈവം വിളിക്കുമ്പോൾ പൗലോസിനെ ദൈവം ജാതികളുടെ ഇടയിലേക്കും പത്രോസിനെ ദൈവം യഹൂദന്മാരുടെ ഇടയിലേക്കും ദൈവത്തിന്റെ സത്യസുവിശേഷം പറയാൻ എന്ത് ചെയ്യുന്നു? വിളിക്കുമ്പോൾ യഹൂദജനം അവർ നിത്യജീവൻ അവരെ തന്നെ അയോഗ്യരാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് അവർ ചെവി എന്ത് ചെയ്തു? പൊത്തിക്കളഞ്ഞു. അപ്പോൾ പൗലോസ് പറയുന്ന എന്താണ്? നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരാക്കിയത് കൊണ്ട് ഞങ്ങൾ ഇതാ ജാതികളിലേക്ക് തിരിയുന്നു. സുവിശേഷവും പരിശുദ്ധാത്മാവും എങ്ങോട്ട് തിരിയുന്നു? ജാതികളിലേക്ക് തിരിയുന്നു. ജാതികളിലേക്ക് തിരിഞ്ഞ് രക്ഷയുടെ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ജാതികളിൽ നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർ ശരിയായ ദിശയിലേക്കുള്ള വിശ്വാസം അവരെന്ത് ചെയ്യും?
വിശ്വസിച്ച് അവരുടെ ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ മോക്ഷം യേശുക്രിസ്തുവിലൂടെ അവർ കരസ്ഥമാക്കുകയാണ്. ഈ അന്ത്യനാളുകളിലും ദൈവത്തിൻ്റെ വചനം അങ്ങനെ ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഈ നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകിലേക്കല്ല, ആത്മാവിൻ്റെ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ജീവനുള്ള ജീവന്റെ ഉറവയിലേക്ക് വന്ന് നമ്മൾ പാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ കാരണമായി തീരും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ ഇതേ വചനങ്ങളിൽ തന്നെ നമ്മൾ വരുമ്പോൾ, ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ ചില കാര്യങ്ങൾ അവിടെ വിശ്വാസ നീതീകരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെ വായിക്കും: നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. ഇവിടെ നാം എന്ന് പറയുന്നത് യഹൂദ ജനതയെ കുറിച്ചാണ് പറയുന്നത്. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. ജാതികൾക്ക് എന്ത് ലഭിച്ചിട്ടില്ല? പ്രമാണം ലഭിച്ചിട്ടില്ല. പ്രമാണം ലഭിച്ചവൻ പ്രമാണം വിട്ടിട്ടല്ല എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. യഹൂദജനം പ്രമാണം കിട്ടിയവൻ പ്രമാണം വിട്ടിട്ടാണോ അവൻ ജീവിക്കുന്നത്? അല്ല. കാരണം എന്താ? അവന് നല്ല ബോധമുണ്ട്. എന്താണ് ബോധം? നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ന്യായപ്രമാണത്തെ എന്ത് ചെയ്യണം? അനുസരിക്കണം. ആ അനുസരണക്കേടുകൾ ഉണ്ടായാൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വിധികൾക്കൊത്തവണ്ണം ആ അനുസരണക്കേട് അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രായശ്ചിത്തം എന്ത് ചെയ്യണം? യാഗങ്ങളിലൂടെ എന്ത് ചെയ്തിരിക്കണം? അവൻ കഴിച്ചിരിക്കണം. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ അനുസരണക്കേടുകൾ കാണിക്കുമ്പോൾ 5 തരത്തിലുള്ള യാഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഈ 5 വിധത്തിലുള്ള യാഗങ്ങളിലൂടെ, നേർച്ചകളിലൂടെ, വഴിപാടുകളിലൂടെ ഒക്കെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം അവരെന്ത് ചെയ്യണം? കഴിക്കണം. അവർക്കത് ബോധ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവർ പ്രമാണം ലഭിച്ചത് കൊണ്ട്, പ്രമാണത്തെ അനുസരിക്കുന്നത് കൊണ്ട് അവർ എന്തല്ല? പാപികളല്ല. ഇനി ഇൻ കേസ് പാപത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള പ്രായശ്ചിത്ത കാര്യം അവരെന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. ജാതികളായിട്ടുള്ളവർക്ക് പ്രമാണവും ലഭിച്ചിട്ടില്ല, പ്രായശ്ചിത്തം ചെയ്യേണ്ടിയ കാര്യങ്ങളെക്കുറിച്ച് അവനെന്തില്ല? അവന് ബോധ്യമില്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. അടുത്ത വാക്യം 16-ാം വാക്യം: എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്ക കൊണ്ട്. കണ്ടോ? ഇവിടെ പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിലൂടെ നീതീകരണം പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകൾ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ അതിൽ 9 ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യമാണ് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? എന്താണ് അത്? അകത്തെ മനുഷ്യനിലെ കാര്യമാണ്. മോഹിക്കരുത്. ഒന്നിനെയും എന്ത് ചെയ്യരുത്? മോഹിക്കരുത് എന്നുള്ള കാര്യം വന്നപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. ബാക്കി 9 മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? അനുസരിക്കാനത്ത് എന്ത് ചെയ്യും? ഒന്ന് ആത്മാർത്ഥമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുസരിക്കാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യൻ ലംഘിച്ചു പോയ കാര്യവും പൂർണ്ണമായിട്ട് അനുസരിച്ച ഒരു ശരീരം മാത്രമേ ഈ ലോകത്തിൽ, ഇനി ആദാം മുതൽ ഈ അവസാനം ജനിക്കാൻ പോകുന്ന ഒരാളായ പോലും ഒരാൾ മാത്രമേ പ്രമാണം മുഴുവൻ എന്ത് ചെയ്തിട്ടുള്ളൂ? അനുസരിച്ചിട്ടുള്ളൂ. ഒരു ശരീരം മാത്രം. അതാണ് ക്രിസ്തു. ഗ്ലോറി ടു ഗാഡ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എന്തുള്ള? ക്രിസ്തുവിൻ്റെ ശരീരം 3-ാമത്തെ ദിവസം എന്ത് ചെയ്തേ? ഉയർത്തെഴുന്നേറ്റത്. കാരണം ജീവന്റെ ആത്മാവ് സംബന്ധിച്ച്. ഹല്ലേലൂയ. അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ എന്ത് ചെയ്തു? നിർണയിക്കപ്പെട്ടു. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് എപ്പോഴാണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ. കാരണം ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. ജീവനും മരണവും മാത്രമേ ഉള്ളൂ പുസ്തകത്തിൽ. അപ്പോൾ നിത്യജീവന് വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കഴിയാതെ വന്നപ്പോൾ പ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച യേശു മരണത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുനരുത്ഥാനം പ്രാപിച്ചു.
അപ്പോൾ മരണമുള്ള എല്ലാ മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ പൗലോസ് പറയുന്നത് നമ്മൾ സ്വഭാവത്താൽ എന്തല്ല, പാപികൾ അല്ല. കാരണം പ്രമാണം ലഭിച്ചിട്ട് പ്രമാണത്തിലൂടെ നിത്യജീവൻ ലഭിക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ രണ്ടാമത് ഓർപ്പിക്കുന്നു, എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. കാരണം നീതീകരിക്കപ്പെടാൻ കഴിയാത്ത അകത്തെ മനുഷ്യനിലെ ഒരു പാപത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ദൈവം വച്ചിട്ടുണ്ട്. ഏതാണ്? മോഹിക്കരുത് ഒന്നിനെയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപം ഒരു കർമ്മമായിട്ട് പോലും എന്ത് ചെയ്യണ്ട. കോപിച്ചാൽ തന്നെ എന്താണ്, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകം ചെയ്തു. പഴയ നിയമത്തിൽ ആക്ഷൻ ചെയ്താൽ മതി. എന്താ, കൊലപാതകം ചെയ്താലേ കൊലപാതകം ആകുന്നുള്ളൂ. പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്താ, സഹോദരനെ പകച്ചു കഴിഞ്ഞാൽ എന്താ, വെളി കാണിക്കണ്ട. അകത്തെന്ത് സംഭവിച്ചു, ആ ശിക്ഷാവിധി വന്നു. സ്ത്രീയെ മോഹിക്കേണ്ടുന്നതിന് നോക്കിയാൽ വ്യഭിചാരം ചെയ്തു, പുരുഷനെ മോഹിക്കേണ്ടുന്നതിന് നോക്കിയാൽ തിരിച്ച് വ്യഭിചാരം ചെയ്തു. എങ്ങനെ രക്ഷപ്പെടും? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു, എന്താ പൗലോസ് പറഞ്ഞ എന്താണ്, നമ്മൾ സ്വഭാവത്താൽ എന്തല്ല, പാപികളല്ല. പക്ഷേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടുന്നതിന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എന്തിനാണ്? നീതീകരിക്കപ്പെടാനാണോ ഇന്നത്തെ വിശ്വാസം? ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? എനിക്ക് ഇന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായിട്ടിരിക്കുന്നു. ആ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നതും. അത് കേൾക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വരുന്നതും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എനിക്കെന്ത്, ഞാൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ എന്ത് ലഭിക്കും? നീതീകരണം. നീതീകരണം ലഭിക്കുന്നവരെന്താണ് ലഭിക്കുന്നത്? നിത്യജീവൻ. അപ്പോ നീതീകരണത്തിലൂടെയുള്ള നിത്യജീവൻ ലഭിക്കാനാണ് ഞാൻ യേശുവിൽ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിങ്കലെ ശരിയായ വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടുന്നതിന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. നമ്മൾ ഓരോരുത്തരും യേശുവിൽ വിശ്വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാനായിട്ട് എന്ത് ചെയ്യണം, ഉണ്ടാകണം. എനിക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ യേശുവിനെ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. ഒരു അത്ഭുതം കിട്ടാനായിട്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. ന്യായപ്രമാണത്തിന് എന്നിൽ കഴിയാത്ത കാര്യം എന്താ, അനുസരണം എന്നുള്ള കാര്യം എന്നിൽ എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. അനുസരിക്കാത്തവൻ എന്താ, നിത്യനരകമാണ്. ആ നിത്യനരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ അനുസരിച്ച ക്രിസ്തുവിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിന്റെ നീതിയായി നിത്യജീവൻ എനിക്ക് എന്ത് ചെയ്യാണ്, വിശ്വാസത്താൽ എനിക്ക് ലഭിക്കാം. അത് ലഭിക്കേണ്ടുന്നതിനാണ് ഞാൻ യേശുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുന്നു, ഞാൻ പോകുന്നു. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ലുദിയുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? ലുദിയ ഭക്തയായിരുന്നു, പക്ഷെ ഹൃദയം എന്ത് ചെയ്തു, അടഞ്ഞിരുന്നു. കൊർന്നല്യോസ് ഭക്തനാണ്, പക്ഷെ ഹൃദയം എന്ത് ചെയ്തു, അടഞ്ഞിരുന്നു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ പത്രോസിന്റെ ശബ്ദം കേൾക്കാൻ പരിശുദ്ധാത്മാവ് കൊർന്നല്യോസിന്റെ ഹൃദയത്തെ തുറന്നു. പൗലോസ് പ്രസംഗിച്ചപ്പോൾ അത് കേൾക്കാൻ തക്കൊണ്ട് ലുദിയുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? കർത്താവ് തുറക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ തുറക്കണം, അനുഗ്രഹത്തിന്റെ വഴി തുറക്കണമെന്നല്ല, നിന്റെ വചനത്തിന്റെ പൊരുളുകൾ തിരിച്ചറിയുവാൻ. വെളിപ്പാടിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ എൻ്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിത്യജീവന്റെ വചനങ്ങൾ വിശ്വാസത്താൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്നോടുകൂടെ വാസം ചെയ്യേണ്ടുന്നതിന് ഈ മൺകൂടാരത്തിൽ ഉയരത്തിലെ ശക്തി, അത്യന്ത ശക്തി വ്യാപരിക്കേണ്ടുന്നതിന് എന്നെ എന്ത് ചെയ്യണമേ, തൊടണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 17-ാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളും അല്ല. അപ്പോൾ ഇവിടെ യഹൂദന്മാരെന്ത് ചെയ്യുന്നു, ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളെ അവർ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കിയിട്ട്
നിത്യജീവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? ന്യായപ്രമാണത്തെ അനുസരിച്ച് പിടിക്കുക. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡം എന്ത് ചെയ്യത്തില്ല, നീതീകരണം പ്രാപിക്കുന്നില്ല. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലേ എന്ത് ചെയ്യത്തുള്ളൂ, നീതീകരണം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുവേശുവിൽ നീതീകരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ നാമും പാപികളെന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ ഒരു നാളുമല്ല. പൊതുവെയുള്ള ധാരണ എന്താണ്? ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ എന്ത് ചെയ്തത്, വന്നത്. ജാതികളുടെ ഇടയിലുള്ള സകലരും ന്യായപ്രമാണത്തെ അനുസരിച്ചിട്ട് ഇരുന്നവരെയാണോ രക്ഷിക്കാൻ വന്നേ? ആണോ? ഇല്ല. പക്ഷെ യഹൂദന്മാരെന്താ ചെയ്തോണ്ടിരിക്കണേ? അവരനുസരിക്കാൻ പിടിച്ചോണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാമും പാപികളെന്ന് വരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. മനസ്സിലായോ? സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല ആര്? യഹൂദജനം. അങ്ങനെ ആയിരുന്നാൽ പോലും അവരെ രക്ഷിക്കണമെങ്കിൽ ആര് പറഞ്ഞേ പറ്റൂ? യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ സ്വഭാവത്താൽ പാപികളല്ലാത്തവരായിരിക്കുന്നവർക്ക് ആത്മാവിൻ്റെ രക്ഷ കിട്ടണമെങ്കിൽ യേശുക്രിസ്തുവിനെ നിർബന്ധമായിട്ട് അവർ നീതീകരണത്തിന് വേണ്ടി വിശ്വസിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ജന്മന കർമ്മണാലും പ്രമാണമില്ലാതെയും ദൈവം ആരെന്നറിയാതെയും സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴികളിലൂടെ ജീവിച്ച ജാതികളായിട്ടുള്ള നമ്മളെ കാര്യം പിന്നെ എന്തായിരിക്കും? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് കർത്താവ് നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. കർത്താവ് നമ്മെ രക്ഷിച്ചു. കർത്താവിൻ്റെ വിശ്വാസ നീതീകരണത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചു. അപ്പോൾ കർത്താവ് പാപത്തിൻ്റെ ശുശ്രൂഷക്കാരനെന്നോ ഒരു നാളുമല്ല. എന്നിട്ട് പൗലോസ് പറയുന്നു 18-ാമത്തെ വാക്യം, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. പൗലോസ് ഇവിടെ പൊളിച്ച കാര്യത്തെക്കുറിച്ചും പണിയുന്ന കാര്യത്തെക്കുറിച്ചും പറയും. പൗലോസ് പൊളിച്ച കാര്യം എന്താണ്? പൗലോസ് പണിയുന്ന കാര്യം. പൗലോസ് പൊളിച്ചത്, പൗലോസ് പണിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത വെളിപ്പാടിനനുസരിച്ചിട്ടുള്ള കാര്യമാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡം എന്ത് ചെയ്യുന്നില്ല, നീതീകരിക്കപ്പെടുന്നില്ല. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലേ നീതീകരണം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് യഹൂദ ജനതയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? പൗലോസ് പൊളിക്കുകയാണ്. പൊളിച്ചിട്ട് എന്താണ് പണിയുന്നത്? ക്രിസ്തു യേശുവിലൂടെയുള്ള ശരിയായ വിശ്വാസത്തിലൂടെ നിത്യമായ നരകത്തിൽ നിന്ന് നിത്യമായ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തെ പൗലോസ് എന്ത് ചെയ്യാണ്? പണിയുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വീണ്ടും ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ പൊളിച്ച കാര്യത്തെ തന്നെ ഞാൻ വീണ്ടും പണിയാൻ നിന്ന് എങ്ങനെ ഇരിക്കും? അത് ലംഘനമാണ്. ഗ്ലോറി ടു ഗോഡ്. അത് പാപത്തിന്റെ ശുശ്രൂഷക്കാരനാണോ യേശു എന്ന് ചോദിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ കാര്യത്തെ പറയുന്നത്. അപ്പോൾ പ്രമാണത്തെ എന്ത് ചെയ്തേ പറ്റൂ? ഞാൻ ജാതികളായിട്ടുള്ളവരായിരുന്നാലും യഹൂദനായിരുന്നാലും എന്ത് ചെയ്യേ പറ്റും? മുറുകെ പിടിച്ചേ പറ്റത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. ന്യായപ്രമാണമുണ്ട്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണമുണ്ട്. ന്യായപ്രമാണം എന്താ? മോശ മുഖാന്തരം വന്നു. അതിനകത്ത് അനുസരിക്കാനുള്ള ശക്തി ഇല്ല. സ്വന്തം ശക്തി കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അനുസരിക്കേണ്ടത്. കർത്താവ് വന്ന് എങ്ങനെയാണ്? മോശ ന്യായപ്രമാണം കൊണ്ട് വന്നു. പക്ഷേ ക്രിസ്തുവോ കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു. ന്യായപ്രമാണത്തെ അനുസരിക്കാനുള്ള കൃപയും കൊണ്ടാണ് ആര് വന്നത്? കർത്താവായ യേശു ക്രിസ്തു വന്നു. ഹല്ലേലൂയ. ആ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് കർത്താവ് എന്ത് ചെയ്തു? അനുസരിച്ചപ്പോൾ കർത്താവിലിരുന്ന ആത്മാവാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് പുനരുദ്ധാനത്തിന്റെ ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. ഈ ന്യായപ്രമാണത്തിന്റെ നിവർത്തിച്ച പരിശുദ്ധാത്മാവാണ് അന്ത്യകാലത്തിൽ എന്ത് ചെയ്യുന്നത്? വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യുന്നത്? വ്യാപരിക്കുന്നതും പകർച്ചയുണ്ടാകുന്നു. ആ പകർച്ചയിൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ എവിടെ ഇരിക്കുന്നു? ഇപ്പോ പരിശുദ്ധാത്മാവിലിരിക്കുന്നു. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം.
അപ്പൊ പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? പ്രമാണമുണ്ട്. എന്ത് പ്രമാണം? യേശു അനുസരിച്ച പ്രമാണം, ന്യായപ്രമാണം. അതനുസരിച്ചത് കൊണ്ട് യേശുവിനെ അടക്കം ചെയ്തുവെങ്കിലും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്തു. ആ പുനരുദ്ധാനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തായി മാറി? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പരിശുദ്ധാത്മാവ് ഇപ്പൊ എന്താണ്? പ്രമാണമാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റേതെന്താണ്? ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നത് മനുഷ്യൻ ബലഹീനമായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അനുസരിക്കാൻ പറ്റിയില്ല. പക്ഷേ അവൻ ദൈവപുത്രനായതുകൊണ്ട് അവനിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവ് പ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചു. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്ത് ചെയ്തു? കടന്നു വന്നപ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവായി അവൻ. നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. ഭൗമിക നമ്മൾ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും നേടാനൊന്നും വലിയ കാര്യമൊന്നുമല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? കാണാത്ത കാര്യത്തെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആത്മാവിൻ്റെ നിത്യതയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഈ കൂടാരമായ ഭൗമഭവനത്തിൻ്റെ അഴിഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. നിലനിൽക്കുന്ന ഉത്തമ സമ്പത്താണ് നോക്കിയിരിക്കുന്നത്. നിത്യമായ കെട്ടിടത്തെയാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ ക്രിസ്തു ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ച അതേ ശരീരം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള പുനരുത്ഥാനം കർത്താവ് ചെയ്യുമ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ആയി പരിശുദ്ധാത്മാവ്. അപ്പോൾ യേശു ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചു. പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചു. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആരെ? അനുസരിച്ച ക്രിസ്തുവിനെ. നമ്മൾ പ്രാപിക്കുന്ന ആത്മാവ് എന്താ ആത്മാവാണ്? പ്രമാണത്തെ അനുസരിച്ച ആത്മാവാണ്. അപ്പോൾ ആത്മാവ് എങ്ങോട്ട് കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകും? വിശ്വാസ നീതീകരണം ക്രിസ്തുവിൽ നോക്കിക്കൊണ്ട് ആത്മാവിന്റെ ഫലം നമ്മിൽ ഉളവാക്കിക്കൊണ്ട് നിത്യജീവനിലേക്ക് കൊണ്ടുപോകും. ജീവന്റെ മാർഗം നീ എനിക്ക് കാണിച്ചു തരും. ദൈവം കാണിച്ചു തരണം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ആ മനോഹര ദേശത്താണ് അളവുനൂൽ വീണിരിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാവും? ബോധ്യം ഉണ്ടാവും. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. 19-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. നമ്മൾ ഓരോരുത്തരും ആർക്ക് വേണ്ടി ജീവിക്കേണ്ടതിന്? ദൈവത്തിനായി ജീവിക്കേണ്ടത്. അത് ഈ ഭൂമിയിലും നിത്യതയിലും നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഞാൻ ദൈവത്തിനായി നിത്യതയിൽ ജീവിക്കേണ്ടതിനാണ് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ആ വാക്യം ശ്രദ്ധിച്ചോണം. ഞാൻ ദൈവത്തിനായി നിത്യതയിൽ ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണം സംബന്ധിച്ച് തന്നെ എന്ത് ചെയ്തു? മരിച്ചു. ഇവിടെ ഞാൻ മരിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയും. ന്യായപ്രമാണത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം അനുസരിക്കാൻ പറഞ്ഞ കാര്യം എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. അനുസരിക്കാത്തവർക്ക് ന്യായപ്രമാണം സംബന്ധിച്ച് എന്താണ്? ശിക്ഷാവിധി. ആ ന്യായപ്രമാണം സംബന്ധിച്ച ശിക്ഷാവിധി ഞാൻ വിശ്വാസത്താൽ ആരിൽ കാണുന്നു? യേശുവിൽ കാണുന്നു. അപ്പോൾ യേശുവിൽ ഞാൻ കാണുന്ന എന്താണ്? ഞാൻ ദൈവത്തിനായി നിത്യതയിൽ ജീവിക്കേണ്ടുന്നതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണം സംബന്ധിച്ച് തന്നെ ക്രിസ്തുവിനോടുകൂടി ഞാനാണ് എന്ത് ചെയ്തിരിക്കണേ? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു ആണെങ്കിൽ വിശ്വാസത്താൽ ക്രിസ്തുവിനോടുകൂടെ എന്നെയും കൂടെ എന്ത് ചെയ്തു? എൻ്റെ ശിക്ഷാവിധിയും കൂടെ അവനിലായി. ആ വിശ്വാസം നമുക്കുണ്ടാകണം. ഞാനാണ് എന്ത് ചെയ്യും? ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു? കാര്യം ന്യായപ്രമാണം അനുസരിക്കാത്തവനെ മരണശിക്ഷ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ? അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ക്രിസ്തു മരിച്ചെന്തിനാണ്? ന്യായപ്രമാണത്താൽ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ശിക്ഷാവിധിയിൽ എന്ത് ചെയ്യണം? പോകേണ്ടുന്നത് എൻ്റെ മരണശിക്ഷ അവൻ്റെ മേലായതുകൊണ്ടാണ് യേശുവിൻ്റെ ശരീരം മരണത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ട എൻ്റെ ശാപം അവൻ്റെ മേൽ എന്ത് ചെയ്യും? ഈ വിശ്വാസമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നീതീകരണം. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ എന്തിനാ വരുന്നത്?
കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ജീവൻ്റെ അപ്പം കർത്താവ് പിശാചിനോട് പറഞ്ഞതാണ്. ഈ കല്ലിനെ അപ്പമാക്കാനല്ല ഞാൻ എന്ത് ചെയ്തു വന്നത്, ഞാനാണ് യഥാർത്ഥമായ അപ്പം, ജീവൻ്റെ അപ്പം. എന്നെ നുറുക്കി കൊടുക്കാനാണ് ഞാൻ വന്നത്. കല്ലിനെ അപ്പമാകാൻ പറഞ്ഞു, അപ്പമാകാൻ പറഞ്ഞ അപ്പമാകത്തില്ലേ? ആവും. പക്ഷെ കർത്താവ് പറഞ്ഞെന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഈ കല്ലിനെ അപ്പമാക്കി തിന്നാൽ ശരീരത്തിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? 70-80. പക്ഷെ എന്നെ തന്നെ നുറുക്കി കൊടുത്താൽ അത് തിന്നുന്നവൻ എന്മൂലം നിത്യതയിൽ ജീവിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ആത്മാവിൽ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ വായ് വിസ്താരത്തിൽ തുറന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നിത്യജീവനാണ്. ഗ്ലോറി ടു ഗോഡ്. അതാർക്കും നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അപഹരിക്കാൻ കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. നിത്യസ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നിത്യരക്തത്തിന്റെ ഉടമ്പടി കൊണ്ട് കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്നു? ആ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. അതിനെ വിച്ഛേദിച്ച് കളയാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരണത്തിന് അധീനപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് നമ്മെ വിടിവിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിനായി നിത്യതയിൽ ജീവിക്കേണ്ടതിന് ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ആളാരാണ്? ക്രിസ്തുവാണ്. പക്ഷെ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ ശിക്ഷാവിധി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ക്രൂശിൽ കാണുന്ന ശിക്ഷാവിധി ആരെ ശിക്ഷാവിധിയാണ്? എൻ്റെ ശിക്ഷാവിധി. അത് കാണാം. ഗ്ലോറി ടു ഗോഡ്. ആ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശിക്ഷാവിധി അവൻ്റെ മേൽ ചേർക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? രക്ഷ പ്രാപിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ശിക്ഷാവിധിയും കർത്താവിൻ്റെ മേലായി, നിത്യജീവനും യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എനിക്ക് ലഭിച്ചിരിക്കുന്നു. ജീവിക്കുന്നതും ഞാനല്ല. ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടാണോ നമുക്ക് നിത്യജീവൻ ലഭിച്ചത്? യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണ് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ആത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്താണ്? പ്രിയമുള്ളവരെ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവാണ് നിത്യജീവൻ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വരുമ്പം കൈയും കാലും ഒക്കെ കുറേട്ട് അടിച്ച് ബഹളം ഉണ്ടായിട്ട്, ചിലർക്ക് ആത്മാവ് വരുമ്പം കൈയടിയാണ്. ആത്മാവ് ശരീരത്തിൽ വരുന്നു, ചില ബഹളം ഉണ്ടാക്കുന്നു വായിൽ. പക്ഷെ അകത്തോട്ട് എന്ത് ചെയ്യുന്നില്ല. ആത്മാവ് പ്രവേശിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാ തുറക്കുമ്പോൾ അറിയാം. നിത്യജീവന്റെ കാര്യമെല്ലാം അവർ പറയുന്നുണ്ട്. ആത്മാവുണ്ടെന്ന് പറയുന്നു, കൈയടിക്കുന്നു, ചാടുന്നു, ബഹളം വയ്ക്കുന്നു. ഇതൊന്നും തെറ്റായ കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ ആത്മാവിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഓവർഫ്ലോയാണ്. അതൊക്കെ കുഴപ്പമൊന്നുള്ള കാര്യമില്ല. പക്ഷേ നിത്യജീവന്റെ വചനങ്ങൾ വാ തുറക്കുമ്പോൾ വായിൽ നിന്ന് പുറത്തു വരാനും അതിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കപ്പെടുമ്പോൾ ചെവി തുറന്ന് കേൾക്കാനും കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലെന്നാണ്. ഗ്ലോറി ടു ഗോഡ്. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് മനുഷ്യന്റെ ഭൗതികമായ നന്മകളുടെ കാര്യമല്ല. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് അവൻ്റെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം, നിത്യജീവന്റെ കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്താൽ എനിക്ക് വേണ്ടി മരിച്ചതാരാണ്? ക്രിസ്തു. ന്യായപ്രമാണത്താൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നതാരാണ്? അതും ക്രിസ്തു. ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയും ക്രിസ്തുവാണ്. ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവനും ക്രിസ്തുവാണ്. ഈ ആംഗിളിലാണ് ഞാൻ കർത്താവിന് എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. എൻ്റെ ശിക്ഷാവിധിയും എൻ്റെ രക്ഷയും
എൻ്റെ നീതീകരണവും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ കാണുന്നു. അവൻ സ്വതന്ത്രമാകും. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസ നീതീകരണത്തിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അവിടെ വായിച്ച വാക്യം വീണ്ടും നോക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഇതൊരു തിരിച്ചറിവും കൂടെയാണ്. എന്താണ്? ഇതുവരെ ആര് ജീവിച്ചു? എന്നിൽ ഞാൻ തന്നെയാണ് ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു. എന്താണ്? ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. ആ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, ചെയ്യാൻ പറ്റുന്നതല്ല. ആത്മാവിൻ്റെ ബലം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ തന്നെ ചില കാര്യം എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഒത്തിരി വിശ്വാസികൾക്ക് പറയാൻ പറ്റും, ഇനി ഞാനില്ല, ഒരു കാര്യത്തിനും ഞാൻ ഇല്ല, ഞാനാണ്. പ്രശ്നം ഗ്ലോറി ടു ഗോഡ്. എല്ലായിടത്തും ഞാനല്ല എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്ന. എന്തിനു വേണ്ടി? നിത്യജീവന് വേണ്ടി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ വഴികൾ അഗോചരം. അത് കണ്ടെത്തുന്നത് ചുരുക്കം. ഏറിയ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാത്തത് ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനാൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. ദൈവപുത്രങ്കിലെ വിശ്വാസത്താലുള്ള ജീവിതത്തെക്കുറിച്ചൂടെ പറയുന്നു. 21-ാമത്തെ വാക്യം. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ഇവിടെ ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും വിളിക്കപ്പെട്ടവനായ പൗലോസ് തൻ്റെ ദൗത്യം വിളിച്ചറിയിച്ചിട്ട് താൻ അവിടെ പറയുന്നൊരു കാര്യമാണ്, ദൈവം എനിക്ക് തന്ന കൃപ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ന്യായപ്രമാണത്താൽ ആണ് നിത്യജീവൻ ലഭിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു മരിച്ചത് എന്തിന്? പൗലോസ് ചോദിക്കാം. അപ്പൊ എനിക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വൃഥാവാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും യേശുക്രിസ്തുവിലുള്ള നീതിയും വിശ്വസിപ്പാൻ ദൈവം എനിക്ക് നൽകിയ കൃപയെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വൃഥാവാക്കുന്നില്ല. ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവം തന്ന കൃപ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിച്ചോണം. നമുക്ക് ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ നീതി ലഭിക്കേണ്ടുന്നതിന് എനിക്ക് ലഭിച്ച കൃപ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വൃഥാവാക്കുന്നില്ല. അവനിലൂടെയുള്ള നീതീകരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസത്തിന് ഈ ദൈവം എനിക്ക് നൽകിയ കൃപയെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുത്തി കളയുന്നില്ല. നിങ്ങൾക്ക് കൃപ ലഭിച്ചു എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്നിട്ട് യഹൂദന്മാരെന്ത് ചെയ്യുന്നു? ന്യായപ്രമാണം അനുസരിക്കാൻ ക്രിസ്തുവിനെ കൂടാതെ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികളായിട്ടുള്ളവരോ വിശ്വാസത്താൽ ലഭിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. പക്ഷെ പൗലോസ് പറയുന്നു, എനിക്ക് ലഭിച്ച കൃപയെ ഞാൻ നിത്യജീവനായിട്ട് തന്നെ എന്ത് ചെയ്യും, ഞാൻ കരുതും, ഞാൻ വിശ്വസിക്കും. നമുക്ക് ദൈവം തരുന്ന കൃപ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് ക്രിസ്തു യേശുവിലൂടെയുള്ള രക്ഷയും നീതീകരണവും വിശ്വസിപ്പാൻ. ഹല്ലേലൂയ. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ. അതാ പറയുന്നത്. അപ്പോൾ യഹൂദന്മാരെന്ത് ചെയ്യാണ്? ന്യായപ്രമാണത്തെ അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കാനാണ് അവൻ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ. ജാതികളായിട്ടുള്ളവർക്ക് വിശ്വാസത്താൽ ഭൗതികമായ നന്മകൾ മാത്രമാണ് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതെങ്കിലും ക്രിസ്തു മരിച്ചത് ജാതികൾക്കും വെറുതെ. എന്തിന് ക്രിസ്തു മരിച്ചു എന്നുള്ള കാര്യം ബോധ്യമാക്കി തരുന്ന കൃപ പൗലോസ് പറയുന്നു, ഞാൻ വൃഥാവാക്കത്തില്ല. അത് ഞാൻ വൃഥാവാക്കി കളയത്തക്കവണ്ണം
നിത്യജീവനെ കുറിച്ചിട്ട് ബോധമില്ലാത്തവനല്ല ഞാൻ. ക്രിസ്തു യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് വിശ്വസിപ്പാൻ ദൈവം എനിക്ക് നൽകിയ കൃപയെ ഞാൻ അത് പ്രയോജനപ്പെടുത്തും. എന്നിട്ട് തൊട്ടടുത്ത ചോദ്യമാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി. എന്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായി? രക്ഷയ്ക്ക് വേണ്ടി, നീതീകരണത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നിത്യജീവൻ അവകാശമാക്കേണ്ടുന്നതിനും ന്യായപ്രമാണത്താൽ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള ശിക്ഷാവിധി കർത്താവിൻ്റെ മേലായി. നീതീകരണം അവൻ്റെ പുനരുദ്ധാനത്തിലൂടെ തെളിയിക്കപ്പെട്ടത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് എന്തിരിക്കണം? ജാതികളായിട്ടുള്ളവർ ചെയ്യുന്നവർ, അന്യദേവന്മാരെ സേവിക്കുന്നവരാണ് ശുദ്ധം ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ അതേ പദം എടുത്ത് പ്രയോഗിക്കുമ്പോൾ എന്ത് വേദനയോടുകൂടിയായിരിക്കും പൗലോസ് ആ പദം എടുത്ത് പ്രയോഗിക്കുന്നത്. നിങ്ങളെ, അതായത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ പോലും ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുന്നു. അത് ആരെന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വരുമ്പോൾ ഈ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സുവിശേഷത്തിൽ നിന്ന് വേറൊരു സുവിശേഷത്തിലേക്ക് എന്ത് ചെയ്യണം? മറിയാണ്. ഈ വേറൊരു സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി. അന്നത്തെ കാലത്ത് ചിലരാണ്, ഇന്നത്തെ കാലത്തിലോ ഭൂരിഭാഗം ആൾക്കാർ എന്ത് ചെയ്യുന്നു? കലക്കും. എന്താണ് കലക്ക്? ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏതെന്ന്, ഈ നേരത്തെ പറഞ്ഞ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നിട്ട് പൗലോസ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ പറയാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. കണ്ടോ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും നീതീകരണവും വിശ്വാസത്താൽ പ്രാപിക്കുന്നു എന്നുള്ള സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പ്രസംഗിച്ചിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ സുവിശേഷം അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകുമോ? വചനം പറയുന്നത് എന്താണ്? ആകും. മറ്റൊരു സുവിശേഷം അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? യഥാർത്ഥമായ സുവിശേഷത്തെ കാണാൻ കഴിയാത്തതുകൊണ്ടും യേശുവിൽ വിശ്വസിക്കുന്നവരെ തന്നെ ക്ഷുദ്രം ചെയ്യുന്നത് പോലെ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മറച്ചു കളഞ്ഞു. അതിൽ നിന്ന് ജനത്തെ എങ്ങനെ വിടുവിക്കും? നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടിട്ടവരായിട്ട് നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നീ വിടുവിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. മനുഷ്യൻ ഈ ലോകത്തിൽ ആയുസ് കൊണ്ട് തീരുമെന്നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? വിചാരിക്കുന്നത്. കർത്താവ് അതിനെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും കർത്താവ് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരികയും ചെയ്യും. 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് വന്നിട്ട് നിങ്ങൾ തൊട്ടു നോക്കാൻ പറയുമ്പോൾ ഫിസിക്കൽ ബോഡി എങ്ങനെ സ്പർശിച്ചാലിരിക്കും അങ്ങനെ തന്നെയാണ് യേശുവിൻ്റെ ശരീരത്തെ ശിഷ്യന്മാർ എന്ത് ചെയ്തത്? തോമാസ് തൊടുമ്പോൾ ഭൗതികമായ ശരീരത്തെ സ്പർശിക്കുന്ന അതേ സ്പർശനമാണ് അവർക്ക് എന്ത് ചെയ്തത്? ഉണ്ടായത്. അതേ ശരീരത്തെ പുനരുദ്ധാനം ചെയ്ത് കൊണ്ടുവരും. ഇത് സാധ്യമാണ്. മനുഷ്യന്റെ നിത്യജീവൻ ക്രിസ്തുവിൽ പൂർണ്ണമാണ്. അത് പ്രാപിക്കാതെ മറ്റൊരു സുവിശേഷം കൊണ്ട് വിശ്വാസികളെ കലക്കി എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അവരെ ക്ഷുദ്രം ചെയ്ത് എന്ത് ചെയ്തു? മയക്കിയിട്ട് ഇവർ എന്താണ് വിളിച്ചിരുന്നത്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഗലാത്യരെ എന്നുള്ള ആ ഭാഗം മാറ്റിയിട്ട് അവരവരുടെ സ്ഥലം സഭയുടെ പേരം കിട്ടാതെ. എന്നിട്ട് പൗലോസ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഈ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചിന്തകളിൽ ഒന്ന് ഗ്രഹിപ്പിച്ചു തരാൻ ഇച്ഛിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് താൻ പറയുകയാണ്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ആ ചോദ്യം കണ്ടോ? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്. എന്താ ആത്മാവ് ലഭിച്ചത്? പരിശുദ്ധാത്മാവ് ലഭിച്ചത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്? യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും നീതീകരണത്തിൻ്റെയും പ്രസംഗം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കേൾക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ചെവികളെ തുറന്ന് അത് ഉൾക്കൊള്ളുവാനുള്ള വിശ്വാസം തന്ന് ആ സമയത്തിലാണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? ഹല്ലേലൂയ.
ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലാണോ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്, അതോ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? എന്നിട്ട് അടുത്ത് ചോദിക്കുന്നത് എന്താ? നിങ്ങൾ ഇത്ര ബുദ്ധി കൊണ്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നു? ചിലർ ഈ വാക്യത്തിനെ എടുത്ത് വായിക്കാം, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിച്ചു. എന്താണ് അതിനെ അർത്ഥമാക്കുന്നത്? ആത്മാവ് കൊണ്ട് എന്താണ് ആരംഭിക്കുന്നത്? ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിശ്വാസ നീതീകരണവും അതിൻ്റെ ഫലമായ നിത്യജീവനും നമുക്കുണ്ടാകേണ്ടുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മിൽ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മിൽ വ്യാപരിക്കുക. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് പിന്നെ ജഡം കൊണ്ടോ സമാപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദന്മാരെന്ത് ചെയ്തു? യേശുവിനെ നീക്കി വയ്ക്കുന്നു, പരിശുദ്ധാത്മാവിനെ നീക്കി വയ്ക്കുന്നു. ഇന്നത്തെ പാരമ്പര്യമായ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം നീക്കി വെച്ചിട്ട് ഞങ്ങൾ ജഡം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പ്രമാണത്തെ എന്ത് ചെയ്യും? അനുസരിക്കും. ഞങ്ങൾ ആ വിശുദ്ധരാണ്, അതിവിശുദ്ധരാണെന്നൊക്കെ എന്ത് ചെയ്യുന്നു? സംസാരത്തിലും നടപ്പിലും പ്രവൃത്തിയിലും ഒക്കെ എന്ത് ചെയ്യുന്നു? കാണിച്ചങ്ങ് നടക്കുക. ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ ആണ് നിങ്ങൾക്ക് എന്ത് ലഭിച്ചേ? പരിശുദ്ധാത്മാവ് ലഭിച്ചത്. പക്ഷെ പിന്നത്തേതിൽ കുറഞ്ഞ് കാലപ്പഴക്കം ആയപ്പോൾ പിന്നെ എന്ത് ചെയ്തു? ഇതൊരു പാരമ്പര്യമായിട്ടും അങ്ങ് മാറി. ഏത്? പെന്തക്കോസ്തൽ അനുഭവം എന്ന് പറയുന്നത്, ആത്മാവിന്റെ അനുഭവം എന്ന് പറയുന്നത് പിന്നത്തേൽ എന്തായി മാറി? പാരമ്പര്യമായിട്ട് മാറിയിട്ട് ജഡം കൊണ്ട് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുക. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. ഗ്ലോറി ടു ഗോഡ്. വഞ്ചിക്കപ്പെടരുത്. യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ എന്ത് ചെയ്യും? ഇത് സംഭവിക്കും. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്ന. പൗലോസ് ചോദിക്കുന്ന അടുത്ത ചോദ്യം, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. എന്ത് ആത്മാവിനെ നൽകി? പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഈ വീര്യപ്രവൃത്തികൾ എന്താണ്? രോഗികൾക്ക് സൗഖ്യം, ഭൂതഗ്രസ്തർക്ക് വിടുതൽ, ദൈവം നൽകുന്ന മറ്റു വാഗ്ദത്തങ്ങളിലെ നിവർത്തികൾ. ഇതാരാ ചെയ്യണേ? കർത്താവിൻ്റെ ആത്മാവ് ശിഷ്യന്മാരിലൂടെ എന്ത് ചെയ്യുന്നു? പ്രവൃത്തി. നിഴലടിച്ച് സൗഖ്യമാവുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, വിവിധങ്ങളായിട്ടുള്ള അത്ഭുതങ്ങൾ, രോഗികൾ സൗഖ്യമാവുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാവുന്നു, ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിക്കുന്നു, മറ്റ് അനുഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? നടക്കും. ഈ വീര്യപ്രവൃത്തികൾ നടത്തുന്നത് എന്തിനാണെന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്? ചോദ്യചിഹ്നം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തപ്പോഴത്തേക്കാണോ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ഉണ്ടായത്? ഗ്ലോറി ടു ഗോഡ്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിന്റെ വചനം എന്ത് ചെയ്യണം? പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ ആ പ്രസംഗിക്കപ്പെടുന്ന വചനത്താൽ ദൈവം ചില അടയാളങ്ങൾ എന്ത് ചെയ്യും? എന്താ? ഈ പ്രസംഗിക്കപ്പെടുന്ന കാര്യം എന്ത് ചെയ്യാൻ? വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർക്ക് എന്ത് മാത്രം മതി എന്നറിയാം? അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം മതി. ചൂണ്ടയിൽ ഒരുപ്പിട്ട് മീന് പിടിക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല പഠിച്ച കള്ള മീനുണ്ട്. എന്താണെന്നറിയോ? ചൂണ്ടയിൽ അത് എങ്ങനെ വീഴത്തില്ല. അത് ഈ കൊരുപ്പിനെ മാത്രം എന്ത് ചെയ്യും? അടിച്ചോണ്ട് പോകും. പിന്നെ വേറെ സാധനം എന്ത് ചെയ്യുന്നു? മീൻ പിടിക്കാൻ കരയിൽ വന്നിരിക്കും, പൊന്മാൻ. അതിങ്ങനെ കാത്തിരിക്കും. കാത്തിരിക്കണം എന്തിനാണ്? അതിന് മീൻ എന്ത് ചെയ്യണം? കിട്ടണം. മീൻ കൊത്തണം. മീൻ കൊത്തിക്കഴിഞ്ഞാൽ പൊന്മാൻ പിന്നെ അവിടെ ഇരിക്കും. ഇതേപോലെയാണ് ആൾക്കാർ ദൈവത്തെ അന്വേഷിച്ച് എന്ത് ചെയ്യണേ. ഇനി ശുശ്രൂഷക്കാരൻ എങ്ങനെ കൊരുപ്പിട്ട് ഇട്ട് കൊടുത്താലും ഈ വീര്യപ്രവൃത്തി, അത്ഭുതങ്ങൾ ആണ് ഇവിടെ നടക്കുന്നത്. കർത്താവ് പറഞ്ഞ ഇട്ടാലും വിശ്വാസ നീതീകരണത്തിലേക്ക് ഇവരെന്ത് ചെയ്തില്ല? ഇവർ വരുന്നില്ല. ഇവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഭൗതികമായ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? കിട്ടണം, സ്ഥലം വേണം. എങ്ങോട്ടാ പോണേ? അത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? കൂടെ ഉണ്ടോ? എന്നാലും ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ കണ്ണിനെ എന്ത് ചെയ്യുന്നു? ശുദ്രം ചെയ്ത് മയക്കി. ആരാ ശുദ്രം? ഈ ശുദ്രക്കാരാരാണ്? പറ. ശുദ്രക്കാരാരാണ്? സുവിശേഷം അറിയിക്കുന്ന സുവിശേഷ വേലക്കാരാണ്. എന്ത്? ഇന്ന് ശുദ്രക്കാർ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ചെന്ന് പെട്ടാലുണ്ടല്ലോ, ശുദ്രം ചെയ്ത് കഴിഞ്ഞാൽ ഊരി വിടാൻ പറ്റുമോ? പാടാണ്. ഹല്ലേലൂയ.
നമ്മൾ അല്ലേ പൈശാചിക ശക്തികളെയൊക്കെ ദൈവകൃപയാൽ ശുശ്രൂഷ ചെയ്ത് ദൈവകൃപയാൽ നമ്മുടെ കൂട്ടായ്മയിൽ ഇറങ്ങിപ്പോറുണ്ട്. ഭൂതഗ്രസ്തർ പിടിക്കപ്പെടുന്നു. അതിനെക്കാട്ടിലും വലിയ പാടാണ് ഒരാളിൻ്റെ മൈൻഡിലെ പിശാച് ഇതുപോലെ ശുദ്രം ചെയ്ത് മയക്കി വെച്ച് കഴിഞ്ഞാൽ നിത്യജീവനിലേക്ക് ഒരാളിനെ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം. ഭൂതത്തെ പിശാച് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? അങ്ങനെ നമ്മളില്ലേ ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരു സുവിശേഷം കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരാളിനെ അതിനകത്ത് നിന്ന് അഴിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലുള്ള അപ്പോസ്തലന്മാരെ ഈ കാലത്തിൽ എന്ത് ചെയ്യണമേ? അയക്കണം. അല്ലെങ്കിൽ എല്ലാം ഈ പറഞ്ഞ പോലെ എതിർ ക്രിസ്തുവിൻ്റെ ചാക്കിനകത്ത് കെട്ടി പൂട്ടി വെച്ചിരിക്കുക. ഇതിനാര് തുറന്നുവിടും? ഇതിനെ ആരഴിച്ചു വിടും? നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവരെ ശുദ്ധനം ചെയ്ത് വേറെ ചാക്കിനകത്ത് എന്ത് ചെയ്തു? കെട്ടിവെച്ചിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഞാനിത് മനസ്സിലാക്കാനാണ് ഈ പദങ്ങൾ. എനിക്കിത് പറയുമ്പോൾ വിഷമം. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വം ക്രിസ്തുവിൽ മാത്രമാണ്. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ യേശുവിൽ മാത്രമാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് വ്യതിചലിക്കാത്തൊരു വിശ്വാസം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഈ ഭൂമിയിൽ ദൈവം സകല ജഡത്തിൻ്റെ മേൽ പകരുമ്പോൾ ആ പകർന്നു കിട്ടുന്ന ആ ദൈവാത്മാവിനെ നമ്മൾ ഹല്ലേലൂയ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഈ മൺകൂടാരത്തിൽ ആ ഉയരത്തിലെ ശക്തി നമുക്ക് തന്നിരിക്കുകയാണ്. നിത്യജീവൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വചനത്തെ നിവർത്തിച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നീതീകരണം പ്രാപിച്ച, അതായത് ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ നീതീകരണം എന്ന നിത്യജീവൻ പ്രാപിച്ചതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് കർത്താവ് തരുമ്പോൾ കർത്താവ് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടുന്നതിന് പരിശുദ്ധാത്മാവ് തരും എന്ന് പറഞ്ഞാൽ അർത്ഥം മരണത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് സെപ്പറേറ്റ് ആവില്ല. എന്നേക്കും നിത്യതയിലേക്ക് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ കൊണ്ടെത്തിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടുന്നതിന് ദൈവം തരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വചനത്തിലൂടെ നമ്മൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കേട്ട വചനം ജീവനും ആത്മാവുമാകും. ഇപ്പോൾ വചനം എന്താണ്? നിത്യജീവൻ. വചനം എന്തും കൂടെയാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നിത്യജീവൻ. വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. അതിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ. ആ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ സ്വാതന്ത്ര്യമാണ് ക്രിസ്തുയേശുവിൽ നമുക്ക് തരും. പ്രിയമുള്ളവരെ, വളരെ ഗഹനമായ കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു നിർത്തിയതിൻ്റെ താഴോട്ട് വരുന്ന കാര്യങ്ങൾ. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് പിന്നത്തേതിൽ ആ ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം.